My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മളതിൽ ആർസനിക്കം ആൽബം എന്ന അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 7 എപ്പിസോഡുകളിലായി പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ അതിൽ അവസാനം പറഞ്ഞിരുന്നത് ആർസനിക് പേഷ്യൻ്റെ ഒരു ഓർഡർലിനെസ്, ഡിസോർഡറിനോട് വല്ലാത്തൊരു സെൻസിറ്റീവ്നെസ്, ചെറിയൊരു ഡിസോർഡർ പോലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം അതിന് ഞാനൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞിരുന്നു. ആ ഉദാഹരണം 2001 മറ്റോ ആണ്. അന്ന് എൻ്റെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ചില സായാഹ്നങ്ങൾ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അവിടെ വരാനിടയായി. അന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്ത്രീ, ഭാര്യ, അവരിങ്ങനെ അദ്ദേഹത്തിൻ്റെ മേശപ്പുറം ഒരുവിധം ഓർഡർലിയാണ്, ക്രമത്തിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ പോലും അവരതിൽ നിന്ന് കുറച്ച് കൂടുതൽ ഓർഡർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നുകൂടി പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി വെച്ചു, കടലാസൊക്കെ അടുക്കി വെച്ചു. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി കലണ്ടർ ഒന്ന് അല്പം ചരിഞ്ഞ് കിടന്നൊന്ന് നേരെയാക്കി, വസ്ത്രങ്ങളൊക്കെ ഒന്നുകൂടി എടുത്തുനിന്ന് കൊട്ടിയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറയായിരുന്നു, അവൾ വന്നാൽ ഇതാണ് അവളുടെ രീതി. വന്നു കഴിഞ്ഞാൽ ഒക്കെ വീണ്ടും വീണ്ടും മാറി മാറി അടുക്കി വെക്കും, പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വെക്കും. റാണി എന്നാണ് പേര്, ഞങ്ങൾ അടുക്ക് റാണി എന്നാണ് അവളെ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആർസനിക്കിൻ്റെ ഓർമ്മ വന്നു. ഞാൻ പുറത്തിറങ്ങിയ ശേഷം ആ സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചു ഹോമിയോപ്പതിയെക്കുറിച്ചും മറ്റുമൊക്കെ. അപ്പോൾ അവരവിടെ വന്നിരുന്നത്, ഈ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിരുന്നത് അവരുടെ ഒരു ദുഃഖം പങ്കുവെക്കാൻ കൂടിയാണ്. അവർക്ക് വിവാഹം കഴിച്ച് 5-6 വർഷങ്ങളായിട്ടും കുട്ടികളില്ലായിരുന്നു. അപ്പോൾ അതിലൊരു ദുഃഖം പങ്കുവെക്കാൻ കൂടിയാണ് അവർ വന്നിരുന്നത്. അപ്പം ഞാൻ അവരുടെ ഹോമിയോപ്പതിയെക്കുറിച്ച് ഹ്രസ്വമായിട്ട് പറഞ്ഞു, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, സന്താനോൽപാദനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ സ്ത്രീക്കായാലും പുരുഷനായാലും അത് മാറ്റാൻ ഹോമിയോപ്പതിയിലെ ചികിത്സയിലൂടെ സാധിക്കും. അവരത് ചില ചികിത്സ അവർ പോയിരുന്നു, അതിന് ഫലമൊന്നും കണ്ടില്ല. എങ്കിലും ഞാൻ പറയുന്നൊരു ഡോക്ടറിൻ്റെ അടുത്ത് അവർ പോകാൻ തയ്യാറായി. അവർ പോയി. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞിരുന്നു, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം കേസെടുത്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി റാണി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആർസനിക്കായിരുന്നു. ഈ കഡാവറിക് ഓർഡേഴ്സ് അടക്കം ഒക്കെ ഉണ്ടായിരുന്നു. ആർസനിക്ക് തന്നെ കൊടുത്തു. 2 മാസം, 2-ാം മാസം ഒരിക്കൽ കൂടി പീരീഡ്സ് വന്നു, പിന്നീട് വന്നില്ല, പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളെയും അത് സുഖപ്പെടുത്തും. അപ്പം അങ്ങനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ ഒരു സമ്പൂർണ്ണൊരവസ്ഥ, ഒരുപക്ഷെ അവർ നേരത്തെ പോയ ഹോമിയോപ്പതി ഡോക്ടറിൻ്റെ അടുത്ത് അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല, എത്ര ചോദിച്ചാലും ചില പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്തരം ഓർഡർലിനെസ് ഇതൊക്കെ എങ്ങനെ പറയാനാണ്? അതൊരു അസാധാരണ കാര്യമായിട്ട് അവർ തന്നെ കരുതുന്നുണ്ടാവില്ല. ഡോക്ടർക്ക് അത് ശ്രദ്ധിക്കാനൊട്ടും പറ്റുകയുമില്ല. പക്ഷെ പലപ്പോഴും പണ്ടത്തെ രീതി അനുസരിച്ച്, പ്രത്യേകിച്ച് അക്യൂട്ട് കണ്ടീഷനിലൊക്കെ വീടുകളിൽ പോയി രോഗികളെ കണ്ട് ചികിത്സിക്കുന്ന അവസ്ഥയിൽ ഇതേപോലെ പല കാര്യങ്ങളും ഡോക്ടർക്ക് മനസ്സിലാവും. മണത്തോടുള്ള സെൻസിറ്റീവ്നെസ്, ഓപ്പൺ എയറിനോട്, ക്ലോസ്ഡ് റൂമിനോടൊക്കെയുള്ള സെൻസിറ്റീവ്നെസ്, ഇതൊക്കെ ബെഡ് സൈഡ് പ്രിസ്ക്രിപ്ഷനിൽ മനസ്സിലാവും. അപ്പോൾ ഇതങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. അത് ആർസനിക്കിൽ വളരെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ആർസനിക് പേഷ്യൻസ് വളരെ വ്യക്തിപരമായിട്ട് വളരെ ലൈറ്റ് കളേഴ്സ് ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങളുണ്ട് ആർസനിക്കിന്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആർസനിക്കിൻ്റെ ഐ സിംപ്റ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അത് പരിശോധിക്കാം. The eye symptoms of this remedy are very prominent. In all the cases of suppressed malaria, in broken down constitutions, in pallid, sickly people who are subject to general catarrhal conditions, and such catarrhal conditions as localize more especially in the nose and eyes, the eye symptoms will be troublesome. പഴകിയ സപ്രസ്ഡ് മലേറിയ, അതുപോലെ ബ്രോക്കൺ ഡൗൺ ആകെ പല ചികിത്സകൾ ചെയ്ത്
ആകെ തകർന്ന അവസ്ഥയുള്ളവർക്ക് ഈ കറ്റാറൽ കണ്ടീഷൻസ് ലോക്കലൈസ് ചെയ്യുന്നത് മൂക്കിലും കണ്ണുകളിലുമാണ്. ഇതിൽ കണ്ണിൻ്റെ ലക്ഷണങ്ങൾ വളരെ ട്രബിൾസമാണെന്നാണ് കണ്ടു പറയുന്നത്. ദർ ആർ ഡിസ്ചാർജ് ഫ്രം ദ ഐസ്. ഇറ്റ് മേ ബി എ കൺജക്റ്റിവിറ്റീസ്, അത് ചെങ്കണ്ണ് കൺജക്റ്റിവിറ്റീസ് ആകാം. ഇൻ എ ജനറൽ വേ ഇൻവോൾവിങ് ദ ലിഡ്സ് ആൻഡ് ദ ഗ്ലോബ്, ഗോയിങ് ഓൺ സംടൈംസ് ടു അൾസറേഷൻ വിത്ത് തിൻ ബ്ലഡി ഡിസ്ചാർജ്. ബ്ലഡി ഡിസ്ചാർജ് ഉണ്ട്. ഇൻക്രീസിങ് ടു തിക്ക് ആക്രിഡ് ഡിസ്ചാർജ് ദാറ്റ് എസ്കോറിയേറ്റ്സ് ഐസ്. ഒരു തിൻ ബ്ലഡി ഡിസ്ചാർജിൽ നിന്നും തിക്ക് ഡിസ്ചാർജിലേക്ക് പോകുന്നു. അത് ആ ഡിസ്ചാർജ് ചെല്ലുന്ന ഭാഗത്തൊക്കെ തൊഴിലിനൊക്കെ ദ്രവിപ്പിക്കുന്നു. മേക്കിംഗ് ദ ക്യാൻഡി റെഡ് ആൻഡ് കോസിങ് ഗ്രാനുലേഷൻ വിത്ത് ബേണിംഗ്. ഗ്രാനുലേഷൻ ഉണ്ട്, ബേണിംഗ് ഉണ്ട്. ഉണ്ടോ? പർട്ടിക്കുലേഴ്സിനെ കുറിച്ച്, നോസിനെ കുറിച്ച്, ഐസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ആ റെമഡിയുടെ ജനറൽ സ്റ്റേറ്റാണ് പർട്ടിക്കുലറിൽ പോലും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പർട്ടിക്കുലേഴ്സിനെ മാത്രം എടുത്ത് നമ്മൾ മരുന്ന് തിരഞ്ഞെടുത്ത് പോകുമ്പോൾ സംഭവിക്കാവുന്ന പരാജയം. പക്ഷേ പർട്ടിക്കുലേഴ്സ് മാത്രം പറയുമ്പോൾ പോലും ജനറൽസിനെ കുറിച്ച് കിട്ടുന്ന ചില സൂചനകൾ. ദ ബേണിംഗ് ഈസ് ബെറ്റർ ഫ്രം വാഷിംഗ് ഇൻ കൂൾ വാട്ടർ ആൻഡ് ഓൾസോ ബെറ്റർ ഫ്രം ഡ്രൈ ഹീറ്റ്. ഡ്രൈ ഹീറ്റ് എന്ന് പറയുമ്പോൾ ചൂടാക്കിയ തുണിയോ എന്തെങ്കിലും കൊണ്ട് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൂട്. അപ്പോൾ തണുത്ത വെള്ളം കൊണ്ടും ഡ്രൈ ഹീറ്റ് കൊണ്ടും അമ്യൂണറേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ് ആഴ്സനിക്ക് ജനറൽ സ്റ്റേറ്റിൽ തന്നെ അങ്ങനെ ഒരു എക്സ്ട്രീം ഉണ്ട്. വെരി ഓഫൺ അൾസേഴ്സ് അപ്പിയർ ഓൺ ദ ഗ്ലോബ് ഓഫ് ദ ഐ, ഓഫൺ അപ്പോൺ ദ കോർണിയ. പലപ്പോഴും ഐയുടെ ഗ്ലോബിൽ പിന്നെ കോർണിയയിലൊക്കെ അൾസറേഷൻ ഉണ്ടാകും. ഇറ്റ് ഹാസ് വേരിയസ് കൈൻഡ്സ് ഓഫ് hypertrophy beginning in patches that will form scars, and in old ulcerated patches little growth similar to a perigium growing towards the center of the eye and threatening blindness. അന്ധതയിലേക്ക് പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. The inflammations are sometimes attended with swelling, burning and excoriating discharge. This swelling is bag-like in character. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, കാലിക്കാർബുമായിട്ടുള്ള കമ്പാരിസനൊക്കെ പറഞ്ഞാണല്ലോ. ആൻഡ് സോ വി ഫൈൻഡ് ബാഗി ലിഡ്സ് ആൻഡ് ലിറ്റിൽ ബാഗ്സ് ഫോമിങ് അണ്ടർ ദ ഐസ്. ദ ഫേസ് ഈസ് വാക്സി ആൻഡ് പെയിൽ, presenting the appearance of a broken down constitution or a dropsical condition. അപ്പോൾ ഒരു പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് ആഴ്സനിക്ക് പലതരം ചികിത്സകൾ ചെയ്ത് ആകെ തകർന്ന അവസ്ഥ, ആകെ നാശമായ അവസ്ഥ. പല ചികിത്സകൾ ചെയ്ത് പലപ്പോഴും ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് എത്തുന്ന രോഗികളുടെ പൊതുവായിട്ടുള്ള അവസ്ഥ അങ്ങനെയാണല്ലോ. പലതരം ചികിത്സകൾ ചെയ്ത് ഒരു നിവൃത്തിയില്ലാതെയാകുമ്പോൾ ഇൻക്യൂറബിൾ എന്നൊക്കെ തോന്നുമ്പോഴാണ് പലപ്പോഴും ക്രോണിക് കേസുകൾ വരാം. അപ്പോൾ ആഴ്സനിക്ക് അത്തരം അവസ്ഥകളിൽ ആഴ്സനിക്ക് ചിന്തിക്കാവുന്ന ഒരു ഔഷധമാണ്, പ്രൊവൈഡഡ് ദ ജനറൽ കണ്ടീഷൻസ് എഗ്രി. The catarrhal stage that involves throat and nose, and it is sometimes difficult to separate the nose symptoms from the throat symptoms. നോസിൻ്റെയും ത്രോട്ടിൻ്റെയും സിംറ്റംസ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് ഒരേപോലെ ഇൻവോൾവ് ആണ്. ദ ആഴ്സനിക്കൻ പേഷ്യൻ്റ് ഈസ് ഓൾവേസ് ടേക്കിംഗ് ഔട്ട് ഇൻ ദ നോസ്. തണുപ്പടിക്കുന്നു, പെട്ടെന്ന് തണുപ്പടിക്കുന്നു. ഓൾവേസ് സ്നീസിങ് ഫ്രം എവരി ചേഞ്ച് ഇൻ ദ വെതർ. ഓരോ ചേഞ്ച് ഇൻ വെതർ, കോൾഡ് എന്തായാലും ശരി, ചേഞ്ച് ഇൻ വെതർ വരുമ്പോൾ തുമ്മൽ വരുന്നു. ഈസ് ഓൾവേസ് ചില്ലി, ഒരു തണുപ്പും പേഷ്യൻ്റാണ്. ആൻഡ് സഫേഴ്സ് ഫ്രം ഡ്രാഫ്റ്റ്സ്, ചെറിയ കാറ്റിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഒരു മുടിവെട്ട് തൊഴിലാളിയാണ്. എനിക്ക് പൊതുവെ കാറ്റ് വളരെയധികം ആവശ്യമുള്ള ആളാണ്. അപ്പം ഞാൻ മുടിവെട്ടാൻ പോയിരിക്കുമ്പോൾ അദ്ദേഹം തൊപ്പിയെടുത്തല്ലേ പോകും. ഞാനിപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, ചെറിയ കാറ്റിനും കൂടി തണുപ്പിനോടൊക്കെ വളരെ സെൻസിറ്റീവാണ്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട്. നമ്മൾ ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡോടുകൂടി ഇത്തരം എന്തൊക്കെ പറയുന്ന ഇത്തരം വിശദമായ അറിവ് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കേസ് എടുക്കുകയാണെങ്കിൽ അത്തരം വളരെ വിലപ്പെട്ട കറക്റ്റ് റെമഡിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന, നിങ്ങളുടെ ഭാവി പ്രാക്ടീസിൽ നിങ്ങളെ നയിക്കുന്ന സൂചനകൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതേസമയം തുമ്മലെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആഴ്സനിക്ക് കൊടുക്കുന്ന ഒരു തെറ്റായ പ്രവണതയുണ്ട്. അത് ആഴ്സനിക്കായിട്ടൊരു ബന്ധമില്ലാത്തവർക്കും കൊടുക്കും.
റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സപ്രഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. He is always chilly and suffers from drafts and is worse in cold, damp weather. തണുത്ത ഡാമ്പായിട്ടുള്ള ഈർപ്പമൊക്കെയുള്ള അവസ്ഥ. ഓൾവേസ് ഫ്രീസിങ്, ചിൽഡ് ത്രൂ, ഒക്കെ തണുപ്പനാണ്. These pale, waxy, broken down constitutions with catarrhal discharges from the nose on looking at a bright light becomes blind. ഇത്തരം കാറ്റാറൽ സ്റ്റേറ്റുള്ള ഒരു ബ്രൈറ്റ് ലൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലൈൻഡ്നെസ് പോലും വരുന്നു. സ്നീസിങ് ആൻഡ് കൊറൈസ വിത്ത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ത്രൂ ദ ഓൾ നാസൽ cavity, throat, larynx and chest. The cold begins in the nose and goes down in the throat, very often causing hoarseness with dry, tickling, hard, rasping cough. അപ്പോൾ മൂക്കിൽ തുടങ്ങി ത്രോട്ടിലേക്ക് എത്തുന്നു, ടിക്ലിംഗ്, ചെറിയ ചൊറിച്ചിൽ പോലെ ഉണ്ടായിട്ടുള്ള ചുമയിലേക്ക് എത്തുന്നു. വെരി ഓഫൺ കോസിങ് hoarseness with dry, tickling, hard, rasping throat, very often causing hoarseness with rasping cough. It is a difficult matter to find remedies for a coryza that begins in the nose and extends in the chest with the bronchial troubles. അപ്പോൾ മൂക്കിൽ തുടങ്ങി ചെസ്റ്റിലേക്ക് എത്തുന്ന കൊറൈസയുള്ള റെമഡീസ് കണ്ടെത്താൻ പ്രയാസമാണ്. ആർസനിക് അവയിൽ ഒന്നാണ്. Very often you require a change of remedy as the chest symptoms often run into a different remedy. ചെസ്റ്റ് സിംറ്റംസ് പലപ്പോഴും മാറുന്നതുകൊണ്ട് ആർസനിക് കണ്ടാലും ചിലപ്പോൾ മാറ്റം വേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെസ്റ്റ് ഇങ്ങനെ നോസ്, ത്രോട്ട്, ചെസ്റ്റൊക്കെ ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പലപ്പോഴും മരുന്നുകളിലെ മാറ്റം വേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത് കെട്ട് തരുന്ന പ്രാക്ടിക്കൽ ടിപ്സ്. ആർസനിക് ഉപചാരം പറയുന്നതിൽ പോലും, ആർസനിക് ഇൻഡിക്കേറ്റ് ചെയ്താൽ പോലും ചേഞ്ച് ഓഫ് റെമഡി പലപ്പോഴും വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ആദ്യം കണ്ട ഒരു ഘട്ടമായിരിക്കണമെന്നില്ല പിന്നീട് മരുന്ന് മാറേണ്ടി വന്നേക്കാം. It is difficult to find a remedy that covers the symptoms of both nose and chest. മൂക്കിനും ചെസ്റ്റിനും ഒരേപോലെ അതിൻ്റെ സിംറ്റംസ് ഒരേപോലെ യോജിക്കുന്ന ഒരു റെമഡി കണ്ടെത്തുക പ്രയാസമാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കോവിഡ് കാലം ഓർമ്മ വരുന്നുണ്ടാകാം. എന്തുകൊണ്ട് ആർസനിക്കം ഒരു പ്രിവെൻറ്റീവായിട്ടും ക്യൂറേറ്റീവായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. Arsenicum is the remedy for old chronic catarrhal troubles of the nose, where the nose bleeds easily, and he is always sneezing and taking cold, always chilly and pallid, tired, restless, full of anxiety in the night, and has troublesome dreams. Old chronic catarrhal troubles of the nose, where the nose bleeds easily bleeding, nose bleeding. അപ്പോൾ ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു മാതൃഭൂമിയിൽ ഞാൻ വാർത്ത കണ്ടു. ഒരു മൂക്കിൽ നിന്ന് രക്തസ്രാവം വരുന്നൊരു ചെറിയ പെൺകുട്ടിയുമായിട്ടൊരു അമ്മ 4 ആശുപത്രികൾ കയറിയിറങ്ങിയത്. ചെറിയ പനിയുണ്ടായിരുന്നു ആ കുട്ടിക്ക്. ചെന്ന ആശുപത്രികളിലെല്ലാം ENT ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, പറഞ്ഞത് തെറ്റില്ല, ENT ഡോക്ടർ ഇല്ല, ENT ഡോക്ടർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ 8:30 മണിക്ക് അവിടെ തുടങ്ങി ഉച്ച കഴിഞ്ഞാണ് ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്. ഞാൻ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഇനിയെങ്കിലും പോകുന്ന വഴിക്കൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടാൽ കയറുന്നതിൽ തെറ്റില്ല. പലപ്പോഴും ഒരു കൂട്ട് മരുന്ന് കൊണ്ടത് മാറും. ഒരുപാട് അവസരങ്ങളിൽ നാസൽ ബ്ലീഡിങ് വരുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം ആ സിംറ്റംസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഡോസ് കൊണ്ട് അത് തീരും. അതാണ് പറയുന്നത്. ആർസനിക്കും ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. The mucous membrane is easily inflamed, producing patches of red and ulcers that bleed easily. മ്യൂക്കസ് മെംബ്രെയിനിലും റെഡ് പാച്ചസ് കാണാം. റെഡിഷ്നസ് ആർസനിക്കിൻ്റെ ഒരു ഇതാണല്ലോ. ബ്ലീഡ്സ് ഈസിലി, ഇത് എളുപ്പം ബ്ലീഡിങ് ഉണ്ടാകും. നാസൽ മ്യൂക്കസ് മെംബ്രെയിനിൽ റെഡിഷ് പാച്ചസിലും ബ്ലീഡിങ് എളുപ്പത്തിലുണ്ടാകും. ഗ്രേറ്റ് ക്രസ്റ്റ് ഫോം ഇൻ ദ ബാക്ക് ഓഫ് ദ നോസ്, ക്രസ്റ്റ് പറ്റ പിടിച്ചിരിക്കുന്നു. ദർ ഇസ് എ സ്ട്രൈക്കിംഗ് ടെൻഡൻസി ടു അൾസറേറ്റ് ഇൻ ആർസനിക്കം. ആർസനിക്കത്തിൻ്റെ ഒരു പൊതു അവസ്ഥയാണ് അൾസറേഷൻ. If it is a sore throat, it ulcerates. If cords settle in the eyes,
they may end in ulceration. എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാകാമോ അവിടെയൊക്കെ അൾസറേഷന് സാധ്യതയുണ്ട്. കാറ്ററാക്ട് ട്രബിൾസ് ഇൻ ദ നോസ് എൻഡ് ഇൻ അൾസറേഷൻ. കാറ്ററാക്ട് ട്രബിൾസ് അവസാനിക്കുന്ന അൾസറേഷനിലാണ്. ആൻഡ് ദിസ് അൾസറേഷൻ ടെൻഡൻസി നോ മാറ്റർ വേർ ദ ട്രബിൾ ലൊക്കേറ്റ്സ്, ഈ ട്രബിൾ എവിടെ ലൊക്കേറ്റല്ലോ, ട്രബിളിൻ്റെ ലൊക്കേഷൻ എവിടെയായാലും ശരി, ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഫീച്ചർ ഓഫ് ആർസനിക്കം. ഉണ്ടോ, ആർസനിക്കത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനറൽ കണ്ടീഷൻ തന്നെയാണത് അൾസറേഷൻ. This is the remedy for catarrhal complaints of the nose and other places in broken down constitutions from syphilis or malaria. Syphilis or malaria ബാധിച്ച് പകരം ചികിത്സ ചെയ്ത് ആകെ തകർന്ന അവസ്ഥയിൽ. Or a constitution that has gone through blood poisoning of some kind. ഏതെങ്കിലും blood poisoning, either poisoning from a dissecting wound or from erysipelas or typhoid fever or other zymotic states improperly treated. തെറ്റായി ട്രീറ്റ് ചെയ്ത പല പ്രശ്നങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ബ്ലഡ് പോയ്സണിങ് കൊണ്ടും ആകാം ഈ ഒരവസ്ഥ. or poison with quinine and like substances that break down the blood and establish a state of anemia. ഈ ക്വിനീനൊക്കെ ഇപ്പോൾ അതിൻ്റെ ഉപയോഗം ഇല്ല. മലേറിയയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം ക്വിനീൻ. അപ്പോൾ ആ ക്വിനീൻ്റെ ഉപയോഗം കൊണ്ട്, അബ്യൂസ് കൊണ്ട് ഉണ്ടാകുന്ന ബ്ലഡിനുണ്ടാകുന്ന ഡിസിൻറ്റഗ്രേഷൻ, അതുകൊണ്ട് അതിനുണ്ടാകുന്ന അനീമിയ. ഇഫ് an ulcer comes upon the leg, if a leukorrhea comes on, if any discharge is established, the patient is relieved thereby. ഏതവസ്ഥയും ഡിസ്ചാർജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് റിലീഫ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡിസ്ചാർജ് വന്നോ പേഷ്യൻ്റ് റിലീഫ്. നൗ ലെറ്റ് സം ഓഫ് ദീസ് ഡിസ്ചാർജസ് സ്ലാക്ക് അപ്പ് ആൻഡ് യു ഹാവ് എ ക്രോണിക് സ്റ്റേജ് അപ്പാരൻ്റ്ലി ഫ്രം റിട്ടൈൻഡ് സെക്രഷൻസ്. ഇത് ഡിസ്ചാർജ് സ്ലാക്ക് ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. ബട്ട് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ബ്ലഡ് പോയ്സണിങ്. So it is with suppressed ear discharges, suppressed throat discharges, suppressed leukorrhea and ulcerations. അപ്പോൾ ഏതിനെയും സപ്രസ്, ചെവിയിൽ നിന്നുള്ള ഡിസ്ചാർജ് ആയാലും ത്രോട്ടിൽ നിന്നുള്ള ഡിസ്ചാർജ് ആയാലും ലൂക്കോറിയ ആയാലും അങ്ങനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകളിൽ ആർസനിക് ഇൻഡിക്കേറ്റ് ചെയ്യും. ആർസനിക് ഈസ് വൺ ഓഫ് ദ മെഡിസിൻസ് ദാറ്റ് വിൽ കൺഫേം ടു ദ അനീമിക് സ്റ്റേജ് ദാറ്റ് ഫോളോസ് ഈച്ച് സപ്രഷൻ. സപ്രഷന് ശേഷം ഉണ്ടാകുന്ന അനീമിക് കണ്ടീഷൻ, അതിൽ വൺ ഓഫ് ദ മെഡിസിൻസ്, പല മെഡിസിൻസ് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിൽ ആർസനിക്കിൻ്റെ ജനറൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആർസനിക്കം അത് നന്നായിട്ട് ആക്ട് ചെയ്യും, രോഗിയെ സുഖപ്പെടുത്തും. അറ്റ് ദ പ്രസൻറ്റ് ഡേ ഇറ്റ് ഈസ് ഫാഷനബിൾ ടു യൂസ് ദ കോട്ടറി ടു മേക്ക് ലോക്കൽ ആപ്ലിക്കേഷൻസ് ടു സ്റ്റോപ്പ് ലുക്കേറിയ ആൻഡ് അതർ ഡിസ്ചാർജസ് ആൻഡ് ടു ഹീൽ അപ്പ് അൾസേഴ്സ്. പഴയൊരു രീതിയെക്കുറിച്ചാണ് എൻ്റെ പറയുന്നത്. ഇപ്പോൾ അത്തരം പ്രയോഗങ്ങൾ ഇല്ല എങ്കിലും ഡിസ്ചാർജസിനെ സപ്രസ് ചെയ്യാനുള്ള രീതികൾ ഇപ്പോഴും നിലവിലുണ്ട്. നൗ വെൻ ദീസ് എക്സ്റ്റേണൽ ട്രബിൾസ് ഗോ, ദർ ഈസ് ആൻ അനീമിക് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദ എക്കോണമി. അപ്പോൾ ഈ സപ്രഷൻ കൊണ്ട് ഉണ്ടാകുന്ന അനീമിക് കണ്ടീഷൻ, അതാണ് ആർസനിക്കിൻ്റെ ഒരു സൂചന. And these catarrhal discharges come on as a means of relief because of the suppression of some other condition. അപ്പോൾ സപ്രഷന് ശേഷം ഒരു ഡിസ്ചാർജ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിലീഫ്. ഫോർ ഇൻസ്റ്റൻസ്, സിൻസ് ദ സപ്രഷൻ ഓഫ് എ ലുക്കോറിയ, ദ വുമൺ ഹാസ് ഹാഡ് തിക്ക് ബ്ലഡി ഓർ വാട്ടറി ഡിസ്ചാർജ് ഫ്രം ദ നോസ്. അപ്പോൾ ലുക്കോറിയ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂക്കിൽ നിന്നും ബ്ലഡി ഓർ വാട്ടർ ഡിസ്ചാർജ്. അപ്പോൾ ഒരു ഡിസ്ചാർജ് സപ്രസ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ആ ഡിസ്ചാർജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ മനുഷ്യ ശരീരത്തെ ഒരു യന്ത്രമായിട്ടോ കുറേ അവയവങ്ങളുടെ ഒരു കൂട്ടമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ പഠിച്ച അനാട്ടമിയുടെയും ഫിസിയോളജിയുടെയും പത്തോളജിയുടെയും ഒക്കെ മാത്രം അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രോഗിയിൽ കാണുന്ന പല പ്രതിഭാസങ്ങളും വിശദീകരിക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി ഇനിയും എത്രയോ ഗവേഷണങ്ങൾ പലതും നടക്കുന്നുകൊണ്ടിരിക്കുന്നില്ലേ. പക്ഷേ ഹോമിയോപ്പത്തിക്
കൺസെപ്റ്റ് അനുസരിച്ച് ടോട്ടാലിറ്റി എടുക്കുകയും ഇതുപോലെ പല ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ഭാഗത്ത് സപ്രസ് ചെയ്യുന്നു, മറ്റു ഭാഗത്ത് ഇത് വരും. എനിക്ക് തോന്നുന്നു ബ്രയോണിയിലും ഉണ്ടെന്ന് തോന്നുന്നു. മെൻസ്ട്രൽ ഫ്ലോ സപ്രസ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫ്ലോ വരാതിരുന്നു കഴിഞ്ഞാൽ നാസൽ ഡിസ്ചാർജ് വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഈ പറയുന്ന ശാസ്ത്രീയം എന്ന് പറയുന്ന തരത്തിൽ വിശദീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഹോമിയോപ്പതിക് സിംപ്റ്റമാറ്റോളജിയിൽ അത് വരുന്നുണ്ട്. അതുകൊണ്ട് ഹീലിങ്ങിന് ഓർഗനിലൂടെ ഹനിമാൻ പറഞ്ഞിട്ടുണ്ട്, രോഗശാന്തിക്ക് ഒരു വ്യക്തിയുടെ ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റാലിറ്റി തരുന്ന ഒരേ ഒരു സൂചന ആ വ്യക്തിയുടെ സിംറ്റംസാണ്, സിംറ്റം ടോട്ടാലിറ്റി എന്ന്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ടോട്ടൽ ഹീലിങ്ങിന്, റാഡിക്കൽ ഹീലിങ്ങിന് ഉപകാരപ്രദമല്ല. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അനാട്ടമി ഫിസിയോളജിയൊക്കെ പഠിക്കുമ്പോൾ രോഗി വരുമ്പോൾ ആ ഒരു തരത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകാം. പക്ഷേ ഹോമിയോപ്പതിയിൽ എപ്പോഴും സിംപ്റ്റമാറ്റോളജിയാണ് എന്നുള്ള കാര്യത്തിൽ പ്രാക്ടീസിൻ്റെ സമയത്ത് ഒരിക്കലും മറന്നു പോകരുത്. ടോട്ടാലിറ്റി ഓഫ് സിംപ്റ്റംസ്, അതിലൂടെ മാത്രമേ റാഡിക്കൽ ക്യൂർ സാധ്യമാവൂ. അത് ഓർഗനിലൂടെ ഡോക്ടർ സാമുൽ ഹനിമാൻ, ഹോമിയോപ്പതിയുടെ പിതാവ്, വളരെ വ്യക്തമായി സമർത്ഥിച്ച് സ്ഥാപിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. ആ കാര്യത്തിൽ മാറ്റമില്ല. It is frequently suitable to the constitution when an ulcer has been dried up by salves or an old ear discharge has been stopped by the outward application of the powders. അതുതന്നെ പറയുന്നു, ചെവിന്നോ മുക്കിന്നൊക്കെയുള്ള ഡിസ്ചാർജസിനെ സപ്രസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോഴുണ്ട് ഓയിൻമെൻറ്റ്സ് ഉപയോഗിക്കുക, പൗഡേഴ്സ് ഉപയോഗിക്കുക. ദ ഡോക്ടർ തിങ്സ് ഹി ഹാസ് ഡൺ എ ക്ലവർ തിങ് ഇൻ സ്റ്റോപ്പിംഗ് സച്ച് ഡിസ്ചാർജ്. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഡിസ്ചാർജ് അവസാനിക്കുകയോ ഞാൻ ഭംഗിയായിട്ടത് ചെയ്തു എന്ന് ഡോക്ടർ അഭിമാനിക്കാം. ബട്ട് ഹി ഹാസ് ഓൺലി സക്സീഡഡ് ഇൻ ഡാമിങ് അപ്പ് ദ സെക്രഷൻസ് വിച്ച് ആർ റിയലി എ റിലീഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ എന്താ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? പേഷ്യൻറ്റിന് വാസ്തവത്തിൽ റിലീഫായിട്ടുള്ള സെക്രഷൻസിനെ ഡാം ചെയ്ത് അണകെട്ടി തടയുക, അതിന് മാത്രമേ ഡോക്ടർ വിജയിച്ചിട്ടുള്ളൂ, ഹീൽ ചെയ്യുന്നതിന് വിജയിച്ചിട്ടില്ല. അപ്പോൾ അത്തരം കണ്ടീഷനിൽ സെക്രഷൻസിനെ അല്ലെങ്കിൽ ഡിസ്ചാർജസിനെ ഇങ്ങനെ അണകെട്ടി നിർത്തി മറ്റൊരു സ്ഥലത്ത് ഡിസ്ചാർജ് വരികയോ പെയിൻ അനീമിക് കണ്ടീഷൻ വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥകളിൽ ആർസനിക്കിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. സച്ച് മെഡിസിൻസ് ആർ സൾഫർ, കൽക്കേറിയ ആൻഡ് ആർസനിക്കം ആർ suitable for the catarrhal discharges that come from these suppressions in broken down constitutions. വളരെ വിലപ്പെട്ട അറിവാണ് എൻ്റെ ഇവിടെ തരുന്നത്. ഇത്തരം ബ്രോക്കൺ ഡൗൺ കണ്ടീഷൻസിൽ, വളരെ ക്രോണിക്കായിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷൻസിൽ ഒരുപാട് സപ്രഷൻസ് ഉണ്ടാകും. സ്കിൻ ഇറപ്ഷൻസ്, നാസൽ ഡിസ്ചാർജ്, ത്രോട്ട് ഡിസ്ചാർജ്, ഇയർ ഡിസ്ചാർജ്, ഐ ഡിസ്ചാർജ് ഒക്കെ സപ്രസ് ചെയ്ത അവസ്ഥകളിൽ, ആകെ അവശതയായിട്ട് വരുന്ന അവസ്ഥകളിൽ ഉണ്ടോ സൾഫർ, കൽക്കേറിയ ആൻഡ് ആർസനിക്കം. സൾഫറും കൽക്കേറിയയും ഇറ്റാലിക്സ് കൊടുത്തിരിക്കും. Arsenic is also like unto the condition that has been brought about from the absorption of animal poisons. Animal poisons absorb ചെയ്തുണ്ടാകുന്ന ഇത്തരം കണ്ടീഷൻസ്. Arsenic is also like unto the conditions that has been brought out from the absorption of animal poisons. സർപ്പദംശനോ എന്തെങ്കിലും ഏറ്റ് ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകളിലും ആർസനിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇറ്റ് ഗോസ് ടു ദ വെരി റൂട്ട് ഓഫ് ദ ഈവിൾ. വളരെ റാഡിക്കൽ ഹീലിംഗ് കിട്ടുമെന്ന് പറഞ്ഞു. വെരി റൂട്ട് ഓഫ് ദ ഈവിൾ ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ദ സിംറ്റംസ് ബ്രോട്ട് ഓൺ ഫ്രം ദ ഡിസെക്റ്റിംഗ് വൂണ്ട്. ഡിസെക്റ്റിംഗ് വൂണ്ടിൽ നിന്ന് വരുന്ന ഉണ്ടാകുന്ന സിംറ്റംസിന് സമാനമാണ്. ആർസനിക് ആൻഡ് ലാക്കസിസ് ആർ മെഡിസിൻസ് ദാറ്റ് വിൽ ഗോ ടു ദ കോസ് at once and antidote the poison, establishing harmony and turning things into order. ഇത്തരം അനിമൽ പോയിസണിങ്ങിന് എൻ്റെ ക്രോണിക് ആയിട്ടുള്ള അവസ്ഥകളെ ആൻറ്റിഡോട്ട് ചെയ്യുന്നതിൽ
ആഴ്സനിക്കും ലാക്കസിസ് നിങ്ങൾക്കറിയാം, പാമ്പിൻ വിഷത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് വളരെ നിരവധി കേസുകളിൽ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ ഈ ലാക്കസിസും ആഴ്സനിക്കും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം രോഗികളെ സുഖപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുമൊക്കെ അയച്ചു കൊടുക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാം.